കണ്ടാ സ്ഥലത്തെങ്കിലാണ് ഞാനുള്ളത് പന്താവൂര്, മലപ്പുറം ജില്ലയിലെ പന്താവൂര്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 30 വയസ്സിന് മുകളിലുള്ള ഒരുവിധം ജനങ്ങൾ, കേരളത്തിലെ ഒരുവിധം ജനങ്ങളൊക്കെ കേൾക്കുന്ന ഒരു പേരാണ് കുഞ്ഞിപ്പ പന്താവൂര്. അതുപോലെ തന്നെ നഫീസ കുഞ്ഞിപ്പ പന്താവൂര്. ഇവരുടെ വീട്ടിലാണ് ഞാൻ ഉള്ളത്. ഇവരുടെ പേര് എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇവരെ നേരിട്ടോ വീഡിയോ മുഖേനയോ ഫോട്ടോസ് മുഖേനയോ കാണാൻ വളരെ സാധ്യത കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു വ്യക്തിനെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ പേജിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാണ്. അപ്പൊ ഇന്ന് കുഞ്ഞിപ്പക്കാരുടെ വിശേഷങ്ങളും കുഞ്ഞിപ്പക്കാർക്ക് ഒരുവിധം ഈ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ എഴുതി അയച്ച കത്തുകളും കണ്ടകളും ശരിക്കും ഞെട്ടിപ്പോവും. അതൊക്കെ കാണിച്ചു തരാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ മിസ്സാക്കണ്ട. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കുഞ്ഞിപ്പുക്ക. അതായത് കേരളത്തിലെ പല സ്റ്റേഷനുകൾക്കായി പല തരത്തിലും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കത്തെഴുതിയിട്ട് ഫേമസ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഇനി കുഞ്ഞിപ്പുക്കാക്ക് അയച്ചിട്ട് കിട്ടിയ കുറെ കത്തുകളുണ്ട്. അത് കണ്ടെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോവും. ഇനി ആ വിശേഷങ്ങൾ കഴിഞ്ഞ് വീട്ടുവിശേഷങ്ങൾക്ക് വരാം. ഓക്കെ, അപ്പോ കുഞ്ഞിപ്പുക്ക ഏള് എത്ര വർഷമായി ഇപ്പൊ തുടങ്ങിയിട്ട്? സ്കൂളില് പഠിക്കാൻ പോയിരുന്ന കാലത്ത് തന്നെ സ്കൂളിൽ പോകുമ്പോ കടകളിലൊക്കെ റേഡിയോ ഇരുന്ന് പാടുമ്പോ അങ്ങനെ കേട്ട് നിൽക്കാൻ പതിവുണ്ടായിരുന്നു. അങ്ങനെ 1969 ജൂൺ 16 മലപ്പുറം ജില്ല നിലവിൽ വന്ന് അന്ന് റേഡിയോയിലെ മലപ്പുറം ജില്ല നിലവിൽ വന്ന് വാർത്ത കേട്ടത് ഇന്ന് ഓർമ്മയിലുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിക്കാം. അന്ന് ഓർമ്മ ഉണ്ട്. പിന്നെ 72 എന്റെ മൂത്താപ്പ ഹജ്ജിന് പോയിട്ട് വരുമ്പോ 5 ബാൻഡിന്റെ റേഡിയോ കൊടുന്നത് നാഷണൽ പനാസോണിക്. ആ റേഡിയോയിലാണ് പിന്നെ നമ്മള് കേട്ടിട്ട് അങ്ങനെ വന്നത്. നേരത്തെ പറഞ്ഞ മുഹമ്മദിന്റെ നിങ്ങളിപ്പോ ഈ റേഡിയോനെ കുറിച്ച് പറയുമ്പോ നമുക്കൊന്നും പറയാൻ കിട്ടണില്ല റേഡിയോനെ കുറിച്ചിട്ട്. ആ കാലം പോയി, അത് പോയി. സാധാരണ യുവതലമുറക്ക് ആ കാലം പോയിരിക്കുന്നത്. അതെ അതെ, അന്ന് ഹജ്ജിനും പോയിട്ടൊക്കെ വരുമ്പോ റേഡിയോ കൊണ്ടുവരാ. ഇന്നിപ്പോ പറഞ്ഞു കളിയാക്കും, തീർച്ചയായും കളിയാക്കും. 5 ബാൻഡ് റേഡിയോ കൊടുക്കാൻ തരില്ല, വീട്ടിൽ കൊണ്ടുപോകാൻ, അവിടെ ചെന്നിട്ട് കേൾക്കാം. അങ്ങനെ കേട്ട് വന്നിട്ടാണ് 76 പിന്നെ കത്തെഴുതാൻ തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് തൃശ്ശൂർ നിലയത്തിലേക്ക് എഴുതി. 1954 66 തൃശ്ശൂർ നിലയം വന്ന് 66 ആദ്യത്തെ പരിപാടി. 1956 സ്റ്റേഷൻ നിലവിൽ. 66 വയലും വീടുന്ന പരിപാടി പൂർണ്ണ സജ്ജീകരണം തുടങ്ങിയത് 1973 പൂർണ്ണമായി സജ്ജീകരണം തൃശ്ശൂർ നിലയത്തിന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ 76 കത്തെഴുതാനേ തുടങ്ങുമ്പോ പല ആളുകളോടും മേൽവിലാസം അന്വേഷിച്ചു. എല്ലാരും പറഞ്ഞ അയ്യൊന്നും കത്തെഴുതണ്ട, കേട്ടവാണെങ്കിൽ കത്തെഴുതാൻ എന്റെ കത്തൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞു. എടുക്കില്ല എന്ന് പറഞ്ഞപ്പോ വലിയ ദിവസം വാശിയായി. അങ്ങനെ ഞാൻ റേഡിയോയിൽ തന്നെ കേട്ടിട്ട് മേൽവിലാസം എഴുതിയെടുത്ത് എന്നിട്ടാണ് ആ കത്തെഴുതി. ഒരു ബലിപെരുന്നാളിനെ കുറിച്ചാണ് ആദ്യം എഴുതിയത്. കേരളത്തിൽ എല്ലാ നിലകൾക്കും കത്തെഴുതാറുണ്ട്. ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോഴും കാർഡ് തന്നെ അയക്കണേ. ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് എന്നോട് ഇത് തോന്നുന്നത് എന്റെ അറിവില്ലാത്തതുകൊണ്ട് കാർഡിന് ഇപ്പോഴും 50 പൈസ തന്നെയാണോ? 50 പൈസ. അന്ന് 15 പൈസ, ഈ 25 ഇപ്പോഴും 50 പൈസ. 50 പൈസ കൂട്ടിയില്ല. ഇതാ കൂട്ടാ പോണ്ട് കേൾക്കാണ്ട്. അതില് എനിക്ക് ദുഃഖമുണ്ട്. കാരണം കാർഡിന്റെ 50 പൈസ കൂട്ടിന് എനിക്ക് ദുഃഖമുണ്ട്. അതാണ് കുഞ്ഞിപ്പുക്ക. അപ്പൊ ഇനി കൂട്ടാൻ പാടില്ല, ഇതിൽ തന്നെ പോണം, എന്നെങ്കിലല്ലേ കത്തയക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ എത്രത്തോളം കത്ത് എഴുതിയിട്ടുണ്ടോ? ഇപ്പൊ എഴുതിയത് 1.5 ലക്ഷം കാർഡ്. 1.5 ലക്ഷം കാർഡുകൾ എഴുതിയിട്ടുണ്ട് ഞാന്. അപ്പൊ അതിന്റെ കത്തുകൾ കേട്ടിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കത്തയക്കണ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് വന്നതാണ്. അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കത്ത് എഴുതിയിട്ട് ആൾക്കാര് തിരിച്ച് മറുപടി അയച്ചിട്ടുള്ളതും ഇങ്ങോട്ട് തിരിച്ച് അയച്ചിട്ടുള്ള കത്തുകളൊക്കെയാണ് ഇത്. ഇതിൽ കണ്ട ഒരുപാട് കത്തുകളുണ്ട്. 90 മുതലൊക്കെ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഞാൻ പറയാൻ കാരണം ഇതിൽ സൂക്ഷിച്ചു വെക്കാനുള്ള സൗകര്യം പോലും കുഞ്ഞിപ്പാക്ക് ഉണ്ടായിട്ടില്ല. ഒരുപാട് ചെതില് പിടിച്ചു പോയി. കണ്ട ഇനി ഈ ചാക്കോട് ചെരിയാനാണ്. കണ്ട ഇത്തരം കത്തുകള് ഇതില് പലരും എഴുതി കത്തിട്ടുണ്ടല്ലോ. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നെടുത്ത ഷാഫി തച്ചങ്ങാടൻ, ഇതേടെ പുലാമന്തോള്, തൃക്കാക്കര, അങ്ങനെ പല ഭാഗത്തുനിന്നും ആൾക്കാർ കുഞ്ഞിപ്പുഴക്ക് വന്നേട്ടോ. സുബ്രഹ്മണ്യൻ, വേലൂർ ബസാറ്, ഇങ്ങനെ പല ആൾക്കാർ കേരളത്തിൽ പല ഭാഗത്തുനിന്ന് അയച്ചിട്ടുണ്ടല്ലേ. എംറ്റഡ്
ഇങ്ങനെ ഒരു കത്ത് കേരളത്തിലെ ഒരു സാധാരണക്കാരന് വരുന്നത് സംഭവം ഉണ്ടാവില്ല. അത്രയ്ക്കും കത്തുകളാണ്. ഇത് ഒരുപാട് ചതിരി പിടിച്ച് പോയിട്ട് ബാക്കിയുള്ളത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ്. സൂക്ഷിച്ചു വെച്ചത് ഈ സൗകര്യക്കുറവ് മൂലം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത്രയും കത്ത് ഇങ്ങനെ കുറെ ദ്രവിച്ചു പോകാൻ കാരണം. 25,000 കത്തുകള് അതൊക്കെ നശിച്ചു പോയി. MT പാളയം ഇമാമ്, നാരായണസ്വാമി, പിന്നെ മാർപ്പാപ്പ. അവിടെ മലയാളം പരിപാടി കേട്ടിട്ട് ഞാൻ കത്തെഴുതി. അങ്ങനെ അതൊക്കെ നശിച്ചു ഒക്കെ പത്രക്കാർ ചോദിച്ചിരുന്നു ഒക്കെ വന്നിട്ട്. എങ്ങനെ ഒരു 30 വയസ്സിന് മുകളിൽ എല്ലാവരും നിങ്ങൾ അറിയും കേരളത്തില്. കാരണം ഇതിങ്ങനെ ഡെയിലി കേൾക്കില്ലേ. ഇപ്പൊ കർത്തവ്യത്തിന്റെ ഒരു 50ാം വാർഷികമാണ് അടുത്ത വർഷം. പിന്നെ നിങ്ങളെ 50 വർഷമായാലും അല്ലേ. ഇനിയിപ്പോ നിങ്ങളെ ഇത്താതെ എഴുതിണ്ടായിരുന്നല്ലേ കത്ത്, നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എന്ന് പറഞ്ഞിട്ട് കത്ത് എഴുതി. ഇങ്ങനെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? എല്ലാരും കേട്ടിട്ടുണ്ടാവും. അത് ഈ കുഞ്ഞിപ്പയുടെ വൈഫാണ്. പിന്നെ ഇപ്പോഴും സഹായത്തിന് ഇപ്പൊ മൂപ്പര് വേറെ പ്രത്യേകത ഉണ്ട്. അതായത് മൂപ്പര് കുഞ്ഞിപ്പക്ക് ഇവിടെ ഇല്ലാത്ത ടൈമില് ഭാര്യ ഈ പരിപാടികളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് മൂപ്പര് വന്നാൽ കേൾപ്പിക്കും. അങ്ങനെ സുഖമല്ലേ. ഓഡിയോ കാസറ്റ് അതിപ്പോ ഓല ടൈപ്പ് പോകുന്നുണ്ട്. അതെ, ആ ഓല ടൈപ്പിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിപ്പിക്കും അല്ലേ. ഇത് കുഞ്ഞിപ്പുക്കയുടെ മകനാണ്, 3ാമത്തെ മകന്. കുഞ്ഞിപ്പുക്കാക്ക് ഒരു പെൺകുട്ടി 2 ആൺകുട്ടികളാണ് ഉള്ളത്. ആണില് 2ാമത്തെ ആളാണ്. മക്കളില് മൊത്തത്തില് 3ാമത്തെ ആള്. ഓക്കെ, എന്താ പേര്? അബ്ദുൽ വാജിദ്. ഓക്കെ. അപ്പോ ഇതാണ് നമ്മുടെ ഓലക്കേസറ്റ്. പണ്ട് പറഞ്ഞ ഓലക്കേസറ്റ് പൊതുതലമുറ കണ്ടിട്ടുണ്ടാവില്ല. ഇതിൽ വെച്ചിട്ടാണ് പണ്ട് കാലങ്ങളിൽ പാട്ടൊക്കെ കേട്ടിരുന്നത്. അപ്പോ നിങ്ങളെ കുറിച്ചിട്ട് കല്യാണ രാത്രി നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റില് ഒരു കഥയും കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് ഞാൻ. എന്തായിരുന്നു അന്ന് രാത്രി 9:30 ഹരിപ്പാട് സരസ്വതി അമ്മാളിന്റെ സ്വർഗവാതിൽ പക്ഷി എന്ന് പറയുന്ന ഒരു കഥാപ്രസംഗം ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊന്നും വീട്ടിൽ റേഡിയോ ഉണ്ടാവില്ല, മൊബൈലില്ലല്ലോ. ഞാൻ പോക്കറ്റ് റേഡിയോ കൊണ്ടുപോയിരുന്നേ. അത് ഞാൻ അവിടെ വെച്ച് കേട്ട് ആ കഥാപ്രസംഗം. പിന്നെ അത്രക്കും ആത്മാർത്ഥമായി പ്രേമിച്ച ഒരാളാണ് ഈ കുഞ്ഞിപ്പുക്ക. 37 വർഷം മുമ്പ്. ഇപ്പോഴും ഇത്താലും നിങ്ങൾ രണ്ടാളും കത്ത് എഴുതാറുണ്ടല്ലേ? കുറച്ചേര് കത്ത് എഴുതുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാ റേഡിയോയില്? വയലും വീടും. അതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇന്നവരായിട്ട് പേര് മാറിയിട്ടില്ല. പേര് അതന്നെ, ആ മ്യൂസിക്കും. അതേ മ്യൂസിക്കും. അതൊരു നൊസ്റ്റാൾജിയാണ് ശരിക്കും പറയണല്ലേ. പിന്നെ പ്രഭാതവേലി, ഡോക്ടറോട് ചോദിക്കുക. നമുക്ക് സംശയങ്ങളൊക്കെ ഡോക്ടർമാരോട് ഇവരും പരിപാടിയിലൊക്കെ കുറെ ഒരു ഇത് വന്നിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജനങ്ങൾ നാടോടുമ്പോ നടുവേ ഓടണമെന്ന് പറഞ്ഞ പോലെ ഇവരും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോ ഈ സെറ്റിലാണ് കുഞ്ഞിപ്പുക്ക് ഇല്ലാത്ത ടൈമില് ഇത്തതില് കാര്യങ്ങൾ ഓരോ പരിപാടികൾ റെക്കോർഡ് ചെയ്യും. കുഞ്ഞിപ്പുക്ക് വന്നാല് അത് വീണ്ടും റെക്കോർഡ് ചെയ്ത കാസറ്റ് ഇട്ടിട്ട് വീണ്ടും വെച്ച് കേൾക്കും. ഒരു പരിപാടിയും റേഡിയോയിൽ പ്രധാനപ്പെട്ട പരിപാടികളൊന്നും കുഞ്ഞിപ്പുക്ക് ഒഴിവാക്കാറില്ല. എത്ര ബാധരാണെങ്കിലും കേൾക്കാറുണ്ട്. ഇതാണ് കുഞ്ഞിപ്പുക്കാരുടെ ജീവിത ശൈലി. അതായത് ഇപ്പൊ എത്രയോ വർഷങ്ങളായിട്ട് എഴുതിയ ആ കത്തിന്റെ ആ പൈസകൾ കണക്കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലക്ഷക്കണക്കിന് കത്താണ് എഴുതി കൂട്ടിയിരിക്കുന്നത്. ഇല്ലന്റിലായിട്ടും പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് കാർഡിലായിട്ടും ഒക്കെ എഴുതി കൂട്ടിയത് ലക്ഷക്കണക്കിന് കത്തുകളാണ്. മൂപ്പർക്ക് വന്ന കത്തുകളാണ്, ആയിരക്കണക്കിന് കത്തുകൾ മൂപ്പർക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. മൂപ്പരെ പരിചയപ്പെടാനും കാണാനൊക്കെ വേണ്ടിയിട്ടും, അതായത് മൂപ്പരെ നേരിൽ വന്ന് കാണാൻ സമയമൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കത്തുകൾ ഞാൻ അതിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. കുഞ്ഞിപ്പുക്കാക്ക് ഒരു റേഡിയോ മാത്രമല്ല കേട്ടാ, പല സ്റ്റേഷനും കേൾക്കാൻ വേണ്ടിയിട്ട് പല റേഡിയോ ഉണ്ട് അവിടെ അകത്തുണ്ട്. ഞാനൊന്നും വീണ്ടും കൊടുത്തിട്ട് ആളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, അല്ലാതെ അവിടെ ഉണ്ട്. പിന്നെ വരെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടാവും നമ്മൾ കുഞ്ഞിപ്പുക്ക? ശ്രോതാക്കളോട് പറയാനുള്ളത്, റേഡിയോ എല്ലാവരും കേൾക്കുക. വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റുന്ന മാധ്യമം കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും റേഡിയോ. നമ്മുടെ സമയത്തിന് ഒരു മുടക്ക് വരില്ല. കേൾക്കാണ്. പേപ്പറാണെങ്കിൽ നമ്മൾ നോക്കിയിരിക്കണം, കണ്ടിരിക്കണം. ഇത് പരിപാടി കേൾക്കി, വാർത്ത കേൾക്കുകയും ചെയ്യാം, പരിപാടി നടക്കുകയും ചെയ്യാം. അടുക്കളയിലടക്കം റേഡിയോ ആണ്. വളരെ സൗകര്യപ്രദമായ ഒരു മാധ്യമമാണ് റേഡിയോ. അതെ, അത് എനിക്ക് വിളിക്കുന്നവരൊക്കെ പറയുന്നുണ്ട്, എല്ലാ അടുക്കളയിലും റേഡിയോ ഉണ്ട്, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കും പറയാനുള്ള ആളാണ്, റേഡിയോ കൈവിടാതിരിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എല്ലാരും പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. കുഞ്ഞിപ്പുക്കാനെ ലോകം കാണട്ടെ. ഓക്കെ.